Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something big in your life today. ഇന്ന് കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe you enjoy the study series on the Son of God. ദൈവപുത്രൻ എന്ന് പറയുന്ന സന്ദേശ പരമ്പര നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And please do put some comments in the comment section after the live. ഈ ലൈവ് പ്രോഗ്രാമിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുവാൻ ഓർപ്പിക്കുകയാണ്. And last 3 days we were thinking about the different names and titles and why Jesus Christ is known as the Son of God, etc. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് യേശു കർത്താവിൻ്റെ സ്ഥാനപ്പേരുകളെക്കുറിച്ചും പിന്നെ എന്തുകൊണ്ടാണ് യേശു കർത്താവ് ദൈവപുത്രൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. Believe you are taking down notes. നിങ്ങൾ നോട്ടുകൾ എഴുതിയെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And share your notes and this video with others. അതുപോലെ നിങ്ങളുടെ നോട്ട്സും ഈ വീഡിയോയും മറ്റുള്ളവർക്ക് ഷെയർ I know personally many people take down notes and they in turn teach others. ഒത്തിരി ആളുകൾ നോട്ടുകൾ എഴുതിയെടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. I encourage you to do that. നിങ്ങളും അത് ചെയ്യുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. Right away we are going to pray for the sponsors. ഇന്ന് പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ മുംബൈയിൽ നിന്ന് ഒരു വെൽവിഷറാണ്. Thank you so much. കർത്താവെ കാലുവേദന സൗഖ്യമാകുവാനും സഹോദരിയുടെ നടുവേദന മാറുവാനും വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്കായും മകൻ അലൻ ദൈവ പൈതലായി വളരുവാനായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്തത് അമർനാഥിൽ നിന്ന് വിൽസൺ ഡാനിയലാണ് അടുത്ത നമ്മുടെ സ്പോൺസർ. Thank you so much Wilson Daniel. ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാനും വിദേശത്ത് ജോലി ലഭിക്കുവാനും വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുവാനും സ്വന്തമായി ഭവനം ലഭിക്കുവാനും കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ വർക്കലയിൽ നിന്ന് സരസയാണ്. Thank you so much Sarasa. ഏപ്രിൽ 4 സരസയുടെയും കൊച്ചുമകൻ ശ്രാവണിൻ്റെയും ജന്മദിനമായിരുന്നു. Oh, belated happy birthday. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ സരസയും അതുപോലെ കൊച്ചുമകൻ ശ്രാവണിനെയും അനുഗ്രഹിക്കുന്നു. മകൾ ബീനയ്ക്ക് ജോലി ലഭിക്കുവാനും ഇളയ മകൾ ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറി കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കൊച്ചുമക്കളായ അമ്പാടി ശ്രാവൺ തുടങ്ങിയവർ ദൈവ പൈതങ്ങളായി ആരോഗ്യത്തോടെ വളരുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much all sponsors. എല്ലാ സ്പോൺസേഴ്സിനും പ്രത്യേകമായി You can also join in this ministry by sponsoring or becoming a partner. നിങ്ങൾക്കും ഈ ഒരു ശുശ്രൂഷയിൽ ഒരു പാർട്ട്ണറായിട്ടും സ്പോൺസറായിട്ടും ഒക്കെ ജോയിൻ ചെയ്യാൻ സാധിക്കും. All right, over to the praise and worship team. നമുക്ക് വീണ്ടും പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീമിലേക്ക് വേഗത്തിൽ പോകാം. നമുക്ക് ചേർന്ന് നമ്മുടെ സഹായകനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. വചനം പറഞ്ഞ നമ്മുടെ സഹായം വരുന്നത് അത് ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച ദൈവത്തിൽ നിന്ന് അത്രേ. ആമേൻ. 2 കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ.
കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളു പാറയെ പിളർന്നു ദാഹം പോകും. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളു പാറയെ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ചേർത്ത് പാടിയാലും യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. All right, these days we are trying to understand the term the Son of God. ദൈവപുത്രൻ എന്ന് പറയുന്ന ആ ടേം നമ്മൾ പഠിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I already told you many times that we cannot count this in biological or physical terms. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് ജീവശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ എന്നുള്ള രീതിയിലൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. According to the Bible, 7 categories of persons or people are called sons of God. ദൈവ മക്കൾ എന്ന പേരിൽ അല്ലെങ്കിൽ ദൈവ മകൻ സന്തതി എന്ന പേരിൽ ഏതാണ്ട് 7 തരത്തിലുള്ള വിഭാഗക്കാരെ കുറിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. I already gave you the list. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിസ്റ്റ് തന്നു കഴിഞ്ഞു. Angels are called the son of God. ദൂതന്മാർ ദൈവത്തിന്റെ മക്കൾ എന്ന പേരിൽ All വിളിക്കപ്പെടുന്നു. men in general, all human beings in general are called sons and daughters of God. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും പൊതുവിൽ ദൈവത്തിന്റെ പുത്രന്മാർ പുത്രിമാർ എന്ന പേരിൽ Now വിളിക്കപ്പെടുന്നു. the nation of Israel is called son of God. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതിന്റെ ജനതകളും അവരും ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെട്ടവരാണ്. Now David and his descendants who ruled the nation of Israel are called sons of God. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭരിച്ച ദാവീദും അവന്റെ പിൻഗാമികളെയും ദൈവത്തിന്റെ പുത്രൻ എന്ന പേരിൽ അവരും ഉൾപ്പെട്ടിട്ടുണ്ട്. New Testament believers are called sons of God. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ വിശ്വാസികളും ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെട്ടവരാണ്. Not only that, those who show God's nature are called sons of God. അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നവരും ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരാണ്. After the resurrection, God's people will be called sons of God. പുനരുത്ഥാനത്തിന് ശേഷം ദൈവത്തിന്റെ മക്കളും ഇതുപോലെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. So there are many sons of God. അങ്ങനെ നോക്കുമ്പോൾ ദൈവപുത്രന്മാർ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. But when we talk about the Son of God, about Jesus, what does it mean? എന്നാൽ നാം യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? I have another doubt also. എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്. If God has 7 categories of sons and daughters, children, why is Jesus called the only begotten Son? ദൈവത്തിന് ഇത്തരത്തിൽ ദൈവപുത്രന്മാരെന്ന് പുത്രിമാരെന്ന് വിളിക്കപ്പെടാവുന്ന 7 വിഭാഗങ്ങളിലായിട്ട് ആളുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഏകജാതനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? Have you ever thought like that? നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? No, brother, I don't think about that. I don't understand at all. ഇല്ല ബ്രദർ, അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, എനിക്കൊട്ട് മനസ്സിലാവുകയുമില്ല. But when you focus, when you meditate more on Jesus and his nature, his titles, his personality, it is so interesting to study this. എന്നാൽ യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ രസാവഹമായിട്ടുള്ളൊരു പഠനമാണ്. If the Bible says Jesus is the only begotten Son, he is one of a kind. He is a unique
person for God the Father. ഓർക്കുക, യേശു കർത്താവിനെ കുറിച്ച് അവൻ ഏകജാതനായ പുത്രൻ എന്ന് പറയുമ്പോൾ അവൻ നിസ്തുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ അവൻ വളരെ പ്രത്യേകതകളുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. He's so much different than all other so-called sons and daughters. ദൈവത്താൽ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ബാക്കി എല്ലാ മക്കളിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരുവനാണ് ദൈവപുത്രനായ ക്രിസ്തു. And many people think that Christ became Son of God or Son of Man. He had that title when he was born on earth. ക്രിസ്തു ദൈവപുത്രനായി തീർന്നത് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോഴാണ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. That is not correct. പക്ഷേ അതൊട്ടും ശരിയല്ല. Because even in the Old Testament, we see that phrase or that name, the Son of God. കാരണം പഴയ നിയമത്തിൽ പോലും ആ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു നാമം, ദൈവപുത്രൻ എന്ന് പറയുന്ന നാമം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Jesus Christ never acquired the title the Son because of his human incarnation. യേശുവിൻ്റെ മനുഷ്യാവതാരം കൊണ്ട് ഉണ്ടായതല്ല അവന് ദൈവപുത്രൻ എന്ന് പറയുന്ന പേര്. He was always the Son of God. അവൻ എല്ലായ്പ്പോഴും ദൈവപുത്രനായിരുന്നു. And at his human birth, the Son of God became Son of Man. That's all. എന്നാൽ അവൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ ആ ദൈവപുത്രൻ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് അവൻ മനുഷ്യപുത്രൻ എന്നതിലേക്ക് അവൻ മാറ്റപ്പെട്ടു എന്നേയുള്ളൂ. So he is the pre-existent Son of God and he came for us as Son of Man. അതുകൊണ്ട് അവൻ മുൻകാലത്ത് തന്നെ നിലനിന്നിരുന്ന ദൈവപുത്രൻ എന്ന പദവിയിലുണ്ടായിരുന്നവൻ തന്നെ ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ അവൻ മനുഷ്യപുത്രനായി മാറുകയാണ് ചെയ്തത്. And I have also made it very clear that Jesus, this title does not mean that God the Father created the Son of God. അതുകൊണ്ട് ഈ പുത്രൻ എന്ന് പറയുന്ന ഈ നാമകരണം കൊണ്ട് ഒരിക്കലും പിതാവായ ദൈവം പുത്രനെ സൃഷ്ടിച്ചു എന്ന് അർത്ഥമില്ല. So we are going to explore what does the name or the title Son of God really mean. Why is he called the Son of God? അതുകൊണ്ട് ഒരു ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്ന ആ നാമകരണം കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. There are different reasons. അതിന് പല കാരണങ്ങളുണ്ട്. Number one, ഒന്നാമത്തേത് his role in Trinity. അവൻ്റെ തൃത്വത്തിലുള്ള അവൻ്റെ ഉത്തരവാദിത്വം. Many people do not believe in Trinity at all. ഒത്തിരി ആളുകളും ഇന്നും തൃത്വം എന്ന സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. Because they say in the Bible that name, that word never exists. കാരണം അവർ പറയുന്നത് ബൈബിളിൽ ആ ഒരു വാക്ക് തന്നെ കാണുവാനില്ലെന്നാണ്. Because they searched and searched, the Trinity, that word is never in the Bible. കാരണം എത്ര പരിശോധിച്ചിട്ടും നിരീക്ഷിച്ചിട്ടും ബൈബിളിൽ അങ്ങനെ ഒരു തൃത്വം എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടെത്താനായിട്ടില്ല. There is no need of any word there, but it is the fact, it is the truth revealed in the Bible. അങ്ങനെ ഒരു വാക്കിന്റെ ആവശ്യം സത്യത്തിൽ ആവശ്യമില്ല, പക്ഷേ അതിനകത്തൂടെ വെളിപ്പെട്ടിരിക്കുന്ന സത്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. We use that term just to bring out what is contained or what is meant by that term. ആ ഒരു ടേം നമ്മൾ ഉപയോഗിക്കുവാൻ കാരണം അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. The only true God is three persons working together. യഥാർത്ഥ ദൈവം, സത്യ ദൈവം എന്ന് പറയുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. There is only one God. എന്നാൽ ഒറ്റ ദൈവമേ ഉള്ളൂ. And people are confused. അപ്പോൾ ജനങ്ങൾക്ക് ആകെ ആശയക്കുഴപ്പമാകുന്നു. Again, this is because they are thinking in physical, material terms. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ബൗദ്ധികമായിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. Spirits can exist together. ആത്മാക്കൾക്ക് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയും. For example, I have given this example many times. ഉദാഹരണം, ഈ ഒരു ഉദാഹരണം പലവട്ടം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. When you go to Gadara, നിങ്ങൾ ഗദരദേശത്തേക്ക് പോയാൽ there is a demon possessed person. അവിടെ പിശാച് ബാധിക്കപ്പെട്ട ഒരു മനുഷ്യനെ കാണാം. And the Bible says that he had a legion.
ബൈബിൾ പറയുന്നു അയാളുടെ മേൽ ലെഗ്യോനാണ് തന്നെ ബാധിച്ചത്. That means around 6,000 demons existing, all of them together in one human being. അതിന്റെ അർത്ഥം ഏതാണ്ട് 6,000-ഓളം ഭൂതങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു വ്യക്തിയിൽ ആവസിക്കുന്നു. If the 6,000 human beings are standing together, they will occupy a huge place. 6,000 മനുഷ്യന്മാരെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ അതിന് ഒത്തിരി സ്ഥലം ആവശ്യമുണ്ട്. But for 6,000 spirits to live together, they required only one human body. എന്നാൽ ഇവിടെ നോക്കുക, 6,000 ഭൂതങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി അത്രയൊന്നും സ്ഥലം ആവശ്യമില്ല, ഒരൊറ്റ മനുഷ്യന്റെ ആവശ്യമേ ഉള്ളൂ. But the omnipresent God in 3 persons are living together for eternity. That is very, very understandable, because that is happening in the spirit world, not in the physical material world. ഇത് അതുകൊണ്ട് തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ 3 പേരും ഒരുമിച്ച് പൂർവ്വകാല നിത്യത തുടങ്ങി ഇനിയുള്ള നിത്യത വരെയും അത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ബൗദ്ധികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ളതോ ആയിട്ടുള്ള രീതികളിൽ നമുക്ക് ചിന്തിച്ചാൽ അതൊരിക്കലും സാധ്യമല്ല. God of the Bible is only one. ബൈബിളിലെ ദൈവം ഒരുവനേയുള്ളൂ. But in that one God there are 3 expressions of 3 personalities. എന്നാൽ ആ ഒരൊറ്റ ദൈവത്തിൽ 3 വ്യക്തിത്വങ്ങളുടെ പ്രതിഫലനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Now in that Holy Trinity there are 3 persons, and each person has definite and distinct roles. ഈ 3 വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ത്രിത്വത്തിനകത്തുള്ള ഓരോ വ്യക്തികൾക്കും വ്യക്തമായ കൃത്യമായ ലക്ഷ്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. The first person takes the role of a father. ആദ്യത്തെ വ്യക്തി ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ് എടുക്കുന്നത്. The second person takes the role of a son. എന്നാൽ രണ്ടാമത്തെ വ്യക്തി എടുത്തിരിക്കുന്നത് ഒരു മകന്റെ ഉത്തരവാദിത്തമാണ്. So that's why he's an eternal son to the eternal father. അതുകൊണ്ടാണ് അവൻ നിത്യപിതാവിന് നിത്യമകനായി തീർന്നിരിക്കുന്നത്. So if the fatherhood of the first person is eternal, the sonship of the second person is also eternal. അതുകൊണ്ട് ഒന്നാമത്തെ വ്യക്തിയുടെ പിതൃത്വം നിത്യമായിരിക്കുന്നത് പോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയുടെ പുത്രത്വവും നിത്യമാണ്. So when you talk about the Son of God, it is not a person giving birth to a son biologically or creating a son. It is only the title given to him because he is playing the role of a son. അതുകൊണ്ട് ദൈവപുത്രൻ എന്ന് പറയുന്ന വാക്ക് നാം കേൾക്കുമ്പോൾ അത് ഒരിക്കലും ഒരു വ്യക്തി മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി ജന്മം കൊടുത്ത് ജനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു പുത്രൻ എന്നല്ല കരുതേണ്ടത്. അതിനപ്പുറം ആ പുത്രൻ്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഉത്തരവാദിത്തമുള്ളത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. All right, coming to the second point. ഇനിയിപ്പോൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. His relationship to the Father. പിതാവുമായിട്ടുള്ള അവന്റെ ബന്ധം. As the Son of God, Jesus exemplifies a perfect relationship to the Father. ഓർക്കുക, സ്വർഗീയ പിതാവുമായിട്ടുള്ള തികഞ്ഞ ഒരു ആത്മബന്ധമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. In other words, this shows the relationship between the first person of the Trinity and the second person of the Trinity. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ത്രിത്വത്തിലെ ഒന്നാമത്തെ വ്യക്തിയും ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. That is a father-son relationship. ഇത് പിതാവ് മകൻ എന്ന ബന്ധമാണ്. That is a perfect relationship. അത് തികഞ്ഞ ഒരു ബന്ധമാണ്. There is no skirmishes, there is no disagreement or conflict between the father and the son. ഇതിനകത്ത് യാതൊരുവിധ ഭിന്നതകളോ തർക്കങ്ങളോ ഒന്നും തന്നെ പിതാവിനും പുത്രനും ഇടയിൽ കാണുന്നില്ല. If you go to any human family, there may be some disagreements and disharmonies between the father and the son or the sons. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നോക്കിയാൽ പോലും പിതാവും മകനും അല്ലെങ്കിൽ ആൺമക്കളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മകളും ധാരണകളില്ലായ്മകളും ഒക്കെ നമുക്ക് കാണാൻ സാധ്യമാണ്. But between God the Father and God the Son, there is not even one atom of disagreement. എന്നാൽ സ്വർഗീയ പിതാവിലും അതുപോലെ തന്നെ പുത്രനാം ക്രിസ്തുവിലും നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ധാരണയില്ലായ്മയുടെയോ ഭിന്നതകളുടെയോ ഒരു അംശം പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. Number 3. മൂന്നാമത്തേത്, He does the will
and work of the Father. അവൻ പിതാവിന്റെ ഇഷ്ടവും അവന്റെ പ്രവൃത്തികളും ചെയ്യുന്നു. That means Jesus always does the will of the Father. അതിന്റെ അർത്ഥം യേശു കർത്താവ് എല്ലായ്പ്പോഴും പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. So the Son of God is existing to execute the will of the Father. അതുകൊണ്ട് പുത്രനായ ക്രിസ്തു ഈ പിതാവിന്റെ ഇഷ്ടം നടപ്പിൽ വരുത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. Normally, all sons are submitted to the fathers. സാധാരണയായിട്ട് എല്ലാ പുത്രന്മാരും പിതാവിന് കീഴ്പ്പെടുന്നു. And whatever the Father asks him to do, he will do. എന്തൊക്കെ പിതാവ് ആവശ്യപ്പെടുന്നുണ്ടോ അതെല്ലാം അയാൾ ചെയ്യുന്നു. So in the same way, whatever the Father asks or whatever his desires are, his will is, that is what the Lord Jesus is doing. That's why he's called the Son of God. അതുകൊണ്ട് പിതാവ് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, പിതാവ് എന്തൊക്കെയാണോ കൽപ്പിക്കുന്നത്, അതെല്ലാം അവൻ ചെയ്യുന്നു. അതാണ് പുത്രൻ പിതാവിന് വേണ്ടി ചെയ്യുന്നത്. Jesus made it very clear that Jesus' purpose while he was on earth was to do the will of his heavenly Father. He stated it plainly. He declared it. അതുകൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് വളരെ വ്യക്തമായും കൃത്യമായും താൻ പറഞ്ഞിരുന്നു, താൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. The work of the Father. അപ്പോൾ തന്നെ പിതാവിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. See, in olden times, usually, normally, most commonly, all the sons took up the profession of the father. പഴയ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വളരെ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ സാധാരണയായിട്ട് പുത്രന്മാർ പിതാക്കന്മാരുടെ അതേ ജോലി പിന്തുടരുകയാണ് ചെയ്യുന്നത്. It could be the family trade or family profession. ഒരു പക്ഷേ കുടുംബപരമായിട്ടുള്ള അവരുടെ ജോലിയോ അവരുടെ ട്രേഡോ ഒക്കെ ആയിരിക്കാം അവർ പിൻഗമിക്കുന്നത്. For example, all the sons of farmers did farming. ഉദാഹരണമായിട്ട് കൃഷിക്കാരായിട്ടുള്ളവരുടെ മക്കളെല്ലാവരും കൃഷിക്കാരായി തന്നെ ജോലി ചെയ്യുന്നു. Almost all the sons of shepherds did shepherding. അതുപോലെ തന്നെ ഇടയന്മാരായിട്ടുള്ള പിതാക്കന്മാരുടെ മക്കളെല്ലാവരും ഇടയന്മാരായി തീരുന്നു. In the same way, Jesus took up the profession or the work of the Father. അതുപോലെ തന്നെ യേശുവും തൻ്റെ പിതാവിൻ്റെ ജോലിയും അവൻ്റെ പ്രവർത്തികളും തന്നെ പിന്തുടരുകയാണ്. Whatever the Father did, Jesus also followed. എന്തൊക്കെയാണോ പിതാവ് ചെയ്തിരിക്കുന്നത് അതെല്ലാം യേശു കർത്താവ് പിൻഗമിക്കുന്നു. And that's why he is called the Son. അതുകൊണ്ടാണ് അവൻ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. Because it is the Son who did the Father's will and the Father's work. കാരണം എന്താണെന്ന് വെച്ചാൽ പിതാവിൻ്റെ ആ ഒരു ഇഷ്ടത്തെയും പിതാവിൻ്റെ പ്രവർത്തനങ്ങളെയും ചെയ്തിരിക്കുന്നതും പൂർത്തിയാക്കിയിരിക്കുന്നതും പുത്രനാണ്. Because the Bible says, just like the Father raises the dead, the Son also raises the dead. അതുകൊണ്ടാണ് ബൈബിളിൽ എങ്ങനെയാണോ പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പുത്രനും മരിച്ചവരെ ഉയർപ്പിച്ചിരിക്കുന്നത്. And another example is the final judgment. Actually, God the Father has the authority to do the final judgment, but he has given it to the Son. അതുപോലെ തന്നെയാണ് അന്ത്യ ന്യായവിധിയുടെ കാര്യത്തിൽ പിതാവാം ദൈവം എന്താണോ അന്ത്യ ന്യായവിധിയെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതി അത് തന്നെയാണ് പുത്രനായ യേശു ക്രിസ്തുവും പൂർത്തിയാക്കുന്നത്. God the Father has the capacity to forgive sins. പിതാവാം ദൈവത്തിന് പാപങ്ങളെ ക്ഷമിക്കുവാനുള്ള കഴിവുണ്ട്. And Jesus has the same authority. യേശു കർത്താവിനും അതേ അധികാരമാണുള്ളത്. So Jesus works the works only God does. അതുകൊണ്ട് എന്താണോ പിതാവ് ചെയ്തിരിക്കുന്നത് പിതാവ് ചെയ്യുന്നത് അത് തന്നെയാണ് യേശു കർത്താവും ചെയ്തിരിക്കുന്നത്. A few verses we are going to read. നമ്മൾ ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ വായിക്കാൻ പോകുകയാണ്. Matthew 11:27. മത്തായി 11-ാം അധ്യായം 27-ാമത്തെ വചനം. All things have been committed to me by my Father. No one knows the Son except the Father, and no one knows the Father except the Son, and those to whom the Son chooses to reveal him. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. That is very clear. ഇത് വളരെ വ്യക്തമാണ്. So number 4, he is the chosen vessel. നാലാമത്തെ കാര്യം അവൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. The sonship of Jesus also shows he is chosen for some particular assignment. യേശുക്രിസ്തുവിൻ്റെ പുത്രത്വം കാണിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ട് അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാണ്. The term
son is often used to designate a chosen vessel for important tasks. ഓർക്കുക, പുത്രൻ എന്ന് പറയുന്ന നാമകരണം തന്നെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ചെയ്തു തീർക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം എന്ന നിലയിൽ അതിനെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. So God the Father chose the Son, that means the second person in the Trinity, to entrust with him the things that nobody in the universe can do. ഓർക്കുക, ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത ഉത്തരവാദിത്തത്തെ പൂർത്തിയാക്കുവാൻ അല്ലെങ്കിൽ ആ കാര്യത്തെ ചെയ്തു തീർക്കുവാൻ വേണ്ടി തൃത്വത്തിലെ രണ്ടാമനോട് തൃത്വത്തിലെ ഒന്നാമൻ ആ ഉത്തരവാദിത്തം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. That way he is also known as the Messiah, the anointed one. ആ വിധത്തിൽ ആണ് അവൻ അഭിഷിക്തൻ, മശിഹ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. You can write down this scripture portion. ഈ വചനഭാഗങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. 1 Peter chapter 2 1 പത്രോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 4-7. അതിന്റെ 4 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. Number 5, he is the image of the invisible God. 5-ാമത്തെ കാര്യം, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, പ്രതിബിംബമാണ് അവൻ. Sometimes when we see a boy walking, we say, I know his father. He takes after exactly his own father. ചിലപ്പോൾ ചില ആൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് ആ കുട്ടിയുടെ അച്ഛന് നല്ല ഓർമ്മയുണ്ട്, ഇവന്റെ അച്ഛൻ ഇതിനെ പോലെ തന്നെയാണ്. If you see him, you see his father. നിന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പനെ കാണുന്നത് പോലെ തന്നെയുണ്ട്. So in the same way, the Bible says the son carries the nature of God. അതുപോലെ തന്നെ ബൈബിൾ പറയുന്നു, പുത്രൻ പിതാവിന്റെ സ്വഭാവത്തെ മുഴുവൻ വഹിച്ചിരിക്കുന്നു. He is the divine essence of the Father. സ്വർഗീയ പിതാവിന്റെ ദൈവികമായ അന്തസ്സത്താണ് പുത്രനായ He is ക്രിസ്തു. the radiance of the glory of God and the exact imprint of his nature. അത് മാത്രമല്ല, അവന്റെ പിതാവിന്റെ സ്വഭാവത്തിന്റെ പ്രഭയും അതുപോലെ തന്നെ അതുപോലുള്ള പ്രതിരൂപവുമാണ് അവനെന്നുള്ളത്. Number 6, this is important. Why is Jesus known as the Son of God? That means he is God himself. എന്തുകൊണ്ടാണ് യേശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്? 6-ാമത്തെ കാര്യം, അവൻ ദൈവം തന്നെയാണ്. That's why whenever Jesus revealed that he was the Son of God, they took stones to pelt at him. അതുകൊണ്ടാണ് എപ്പോഴൊക്കെ യേശു കർത്താവ് താൻ ദൈവപുത്രൻ എന്ന് ഉള്ളത് വെളിപ്പെടുത്തിയോ അപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ അവനെ കല്ലെറിയുവാൻ വേണ്ടി കല്ലെടുത്തത്. And they accused him of making himself equal with God. അതുമാത്രമല്ല, ദൈവത്തോട് സമനാകുവാൻ വേണ്ടി ഇവൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കുറ്റാരോപണം കൂടെ അവൻ്റെ മേൽ അവരിട്ടു. So do you now understand why Jesus is called the Son of God? അതുകൊണ്ട് എന്തുകൊണ്ടാണ് യേശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടത് എന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. He is different from this sonship is different from all the other 7 categories of sons. അതുകൊണ്ട് ഈ പുത്രത്വം, ക്രിസ്തുവിൻ്റെ ഈ പുത്രത്വം എന്ന് പറയുന്നത് മറ്റ് 7 വിഭാഗത്തിലെ പുത്രത്വത്തെക്കാൾ വളരെ വിഭിന്നമാണ്. There is nobody equal to him. അവനുമായിട്ട് സമനായിട്ട് ആരുമേയില്ല. He is one of a kind, he is unique. അവൻ നിസ്തുല്യനാണ്, അവന് തുല്യനായിട്ട് ആരുമേയില്ല. So that's why Jesus is known as the only begotten Son, one and only Son. There is no other son like him. അതുകൊണ്ടാണ് അവനെ പോലെ മറ്റാരുമില്ല എന്ന് പറയുന്ന ഏകജാതനായ പുത്രൻ എന്ന് പറയുന്ന നാമത്തിലേക്ക് ആ നാമകരണം അവന് നൽകപ്പെട്ടിരിക്കുന്നത്. Hallelujah. Hallelujah. We will continue with this tomorrow. നമ്മളിത് നാളെയും തുടരുന്നതായിരിക്കും. I believe you are enjoying this. നിങ്ങളിത് ഇതിൽ സന്തോഷിക്കുന്നു. And if you find this really a blessing to you, you can sponsor some of these episodes. നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. And you can also send the link of this video to many people. അത് മാത്രമല്ല, ഇതിന്റെ വീഡിയോ ഒത്തിരി ആളുകൾക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. Let's listen to one testimony. നമുക്ക് ഒരു ടെസ്റ്റിമണി ഈ സമയത്ത് കേൾക്കാം. ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. ഈ
2020 ക്രോസ് ഓവർ സർവീസിന് ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഡാമിനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രൊഫറ്റിക്കായിട്ട് പറഞ്ഞിരുന്നു. അതിലൊന്ന് ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി ലഭിക്കുമെന്നായിരുന്നു. അപ്പോൾ ഞാനും ജോലി വേണ്ടവർക്കായിട്ടൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. എനിക്കും ഒരു ചെറിയ ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ എവിടെയും ആപ്ലിക്കേഷൻസ് കൊടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ജനുവരി 1 ക്രോസ് ഓവർ സർവീസ്, ജനുവരി 2 തന്നെ എനിക്ക് ഇങ്ങോട്ടൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു. അതും ഞങ്ങളുടെ നിയർ ബൈ ഒരു ഓഫീസിൽ നിന്ന് തന്നെ. 2nd ഡേ തന്നെ എനിക്ക് കിട്ടി ജോലി. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. In this season, it's very tough to get a new job. ഈ സീസണിൽ ഒരു പുതിയ ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. But this girl believed the promises of God. എന്നാൽ ഈ പെൺകുട്ടി ഈ വാഗ്ദാനത്തിൽ അവൾ വിശ്വസിച്ചു. If you believe the promises of God, you will have the same experience. നിങ്ങൾക്കും ഇതുപോലെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ സാധിച്ചാൽ ഇതേ അനുഭവം നിങ്ങൾക്കും Because ഉണ്ടാകും. all the promises of God are yes and amen in Christ. കാരണം എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ഉവ്വ് എന്നും ആമേൻ എന്നുമാകുന്നു. Hallelujah. ഹല്ലേലൂയ. Shall we pray together? നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Father Lord, many people are still searching for a job. കർത്താവേ, ഇപ്പോഴും ഒത്തിരി ആളുകൾ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Give them the right profession, the right employment, the right appointment. കർത്താവേ, അവർക്ക് ശരിയായ ജോലിയും അതുപോലെ ശരിയായ സ്ഥാനവും അവർക്ക് നൽകണമേ. Give them financial breakthroughs, Father. കർത്താവേ, സാമ്പത്തികമായ വിടുതലുകൾ Give them അവർക്കുണ്ടാകട്ടെ. new income sources. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ Also, ഉണ്ടാകട്ടെ. we pray for everyone who is wanting to get married. അതുപോലെ തന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. And we pray for everyone who is desiring for a child. കർത്താവേ, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. And Father, we pray for every business. അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സിനും വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. And we pray for those who are ill right now. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Heal them, Lord. കർത്താവേ, അങ്ങ് അവരെ സൗഖ്യമാക്കണമേ. Thank you, Jesus. നന്ദി യേശുവേ. Father, you can just stretch forth your hands and in your heart just believe that the Lord is going to bless you, heal you, and that will be yours. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവം എന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്, എന്നെ വിടുവിക്കാൻ പോകുകയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ വിടുതലുകളെ സ്വീകരിക്കുക. Blood related problems the Lord is healing now. രക്തസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ കർത്താവ് ഇതാ സൗഖ്യമാക്കുകയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Arthritis is getting healed right now. ഈ സമയത്ത് സന്ധിവാതം ഇപ്പോൾ സൗഖ്യമാകട്ടെ. And dysfunctional kidneys are becoming healed and sound in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കപ്പെടാത്ത കിഡ്നികൾ ഇപ്പോൾ പ്രവർത്തിക്കുവാനായി തുടങ്ങട്ടെ. Thank you, Jesus. നന്ദി യേശുവേ. Thank you for touching and healing people. കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് തൊട്ടതിനായി നന്ദി In പറയുന്നു. Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. So tomorrow we'll be continuing with this. നാളെ നമ്മളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. And you can call up the prayer line number so that the prayer ministers can pray with you. നിങ്ങൾക്ക് പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് വേണ്ടി And you can പ്രാർത്ഥിക്കുന്നതായിരിക്കും. send us your testimonies, your experiences, your opinions, etc. by WhatsApp. അതുമാത്രമല്ല, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. God bless you all. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye-bye. നാളെ വീണ്ടും കാണാം. ബൈ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ അൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളു പാറയെ പിളർന്നു ദാഹം പോകും. മാറായ മാധുര്യമാക്കാൻ കഴിവുള്ളു പാറയെ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ
ശാന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ശാന്തമായെന്നും നടത്തും. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. ചേർത്ത് പാടിയാലും യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും.